ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. എന്റെ കയ്യിലിരിക്കുന്നത് POC ബൈബിൾ, കത്തോലിക്ക ബൈബിൾ ആണ്. ഇതിൽ നിന്നുള്ള വചനമാണ് വായിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് പല സത്യങ്ങളും എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള പല സത്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങൾ ആരും തന്നെ ഈ വേദപുസ്തകം തുറന്ന് വായിക്കുന്നില്ല. അവരിത് രണ്ടായിട്ട് പിളർന്ന് വെച്ച് അതിനകത്ത് മുല്ലപ്പൂ ഇട്ട് വീട്ടിൽ സൂക്ഷിക്കുകയാണ്. എന്നാൽ ഈ വചനം, ഈ ലേഖനങ്ങളിൽ പറയുന്ന വചന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ യഥാർത്ഥമായ രക്ഷയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും, നടത്തും. ഒരു ചെറിയ ഇന്ന് വിവാദം നല്ല ഒരു കാര്യം, ഈ ലോകത്തില് ജനങ്ങളോട് ദൈവം പോപ്പിനോട് ഇടപെട്ടിട്ട് ഒരു സത്യം വെളിപ്പെടുത്തി. എന്തെന്നാൽ മറിയ മധ്യസ്ഥ അല്ല, സഹമധ്യസ്ഥ അല്ല. യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മറിയത്തോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല. മറിയത്തോട് മധ്യസ്ഥ, അതായത് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് മറിയത്തോട് പറയാൻ പാടില്ല. മറിയ സഹരക്ഷകയല്ല. രക്ഷ നമുക്ക് വന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. വിടുതൽ വന്നത് യേശു ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ്. മരണത്തിൽ നിന്ന് പുതിയ ജീവൻ നമുക്ക് ഉണ്ടായത് മറിയത്തിലൂടെയല്ല, യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റതിലൂടെയാണ്. ഈ ഒരു ബോധ്യം ലോകത്തിന്റെ മുൻപാകെ വെളിപ്പെട്ടു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇനി നിത്യത നഷ്ടപ്പെടാതെ ഇതുവരെ പോയതൊക്കെ നരകത്തിലേക്ക് ആരെങ്കിലും ഉണ്ട്, അവർ നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ പറയിച്ചിരിക്കുന്നത്. സ്തോത്രം. കത്തോലിക്കരെല്ലാം എന്താ ചെയ്യുന്നത്? യേശുവിനേക്കാളും മറിയത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. മാതാവെ രക്ഷിക്കണമേ, മാതാവെ വിടിവിക്കണമേ, മാതാവെ തരണമേ എന്നാണ് പ്രാർത്ഥന. യേശുവിന്റെ അടുക്കൽ അവർ ചെല്ലാറില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കും നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് ചുമ്മാ അവിടെ ഇരുന്ന് പറ, ഞങ്ങൾ മാതാവിന്റെ അടുത്ത് പോകും എന്നാ പറഞ്ഞു, അല്ലെ? ഇപ്പോൾ പോപ്പ് പറയാണ് ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചവരെല്ലാം എങ്ങോട്ടാ പോയിരിക്കുന്നത്? അവരെന്ത് ചെയ്യും? ഞാനൊരു കത്തോലിക്ക സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ പോപ്പ് പറഞ്ഞു ഇനി മറിയത്തോട് പ്രാർത്ഥിക്കരുത്, മറിയം മധ്യസ്ഥയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കത്തോലിക്ക സഹോദരി പറയാണ്, ഏത് പോപ്പ്? എവിടുത്തെ പോപ്പ്? ആര് പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങള് മറിയത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങള് വന്ത പഠിക്കും. ഞാൻ ചോദിച്ചു, വന്ത പഠിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിലൊന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പഠിക്കും. അപ്പൊ പോപ്പിന്റെ കൂടെ വേറൊരു വാക്കുകൂടെ അവര് ചേർത്താ പറഞ്ഞത്. ആ ചീത്ത ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ അത്രമാത്രം അന്ധമായ മറിയ പറ്റിയെ പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അതൊരു ബന്ധനമാണ്, അത് ചങ്ങലയാണ്. അപ്പൊ ദൈവം കണ്ടിട്ടുള്ളവര് പോപ്പിലൂടെ ഇത് വെളിപ്പെട്ടപ്പോ മറിയം മധ്യസ്ഥയല്ല, പ്രാർത്ഥിക്കരുതെന്ന് പെന്തക്കോസ്തുകാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പെന്തക്കോസ്തുകാരെ കത്തോലിക്കരെന്താ പറയുന്നത്? അമ്മയില്ലാത്തവര് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. അമ്മയില്ലാതെ മകനുണ്ടാവും. കാര്യം വചനത്തിന്റെ സത്യം എന്താണെന്ന് അറിയത്തില്ല. യേശു ആരാന്ന് അറിയത്തില്ല, യേശു ദൈവമാണെന്ന് പോലും അറിയത്തില്ല. സ്തോത്രം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം. എന്താണ് വചനം? എന്താണ്? 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ POC ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ആര്? ദൈവം. എല്ലാവരും എന്ത് ചെയ്യണം?
രക്ഷിക്കപ്പെടണം. സത്യം അറിയണം. എന്താണ് സത്യം? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വേദപുസ്തകം വായിക്കാതെ എന്തറിയത്തില്ല? സത്യം അറിയത്തില്ല. സത്യം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. അപ്പൊ എന്താണ് സത്യം? യേശുവാണ് സത്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം ആയിരിക്കുന്ന യഥാർത്ഥ സത്യമാകുന്ന യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതാണ് അവിടെ പറയുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവാണ് സത്യം, സത്യദൈവം എന്ന് എല്ലാവരും അറിയണം. ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയണം, അമേരിക്കൻ പ്രസിഡന്റ് അറിയണം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയണം, എല്ലാവരും അറിയണം യേശുവാണ് യഥാർത്ഥ സത്യ ദൈവം, ഏക സത്യ ദൈവം. എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ദൈവം പറയാൻ കാരണം എന്താ? എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. POC ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അനുസരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? കത്തോലിക്കർക്ക് കഴിയുന്നില്ല. കത്തോലിക്ക സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമ്മളിത് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ചീത്ത വിളിക്കും. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. വെണ്ണകാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അപ്പൊ മധ്യസ്ഥത ആരോടാണ്? ദൈവത്തോടാണെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? യേശുവിനോട് പ്രാർത്ഥിക്കണം. മറിയത്തോട് പ്രാർത്ഥിച്ചാൽ അത് ആർക്ക് പോകും? പിശാചിന് പോകും. അത് കാരണം ശരിയായ പ്രാർത്ഥന ആരോട് പ്രാർത്ഥിക്കുന്നതാ? യേശുവിനോട് പ്രാർത്ഥിക്കുന്നതാണെന്നാ ഇവിടെ പിതാവായ ദൈവം പറയുന്നത്. മറിയം ഇത് അറിയുന്നില്ല. മറിയത്തിന് ഇതിനൊരു പങ്കും ഇല്ല. ആളുകൾ മറിയത്തിന്റെ രൂപമുണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കരുതെന്ന്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറയുന്ന ആ പ്രമാണത്തെ പോലും തെറ്റിച്ച് മറിയത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ദൈവം പറയാത്ത കൊന്തയും പഠിച്ച് ദൈവം പറയാത്ത ഈ മധ്യസ്ഥ പ്രാർത്ഥന, ഞങ്ങളെ വിടുവിക്കണേ, രക്ഷിക്കണേ എന്ന് പുത്രനോടൊന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരറിയുന്നതല്ല? യേശു അറിയുന്നതല്ല. ഇത് ആരറിയുന്നതാണ്? പിശാച് അറിയുന്നതാണ്. പിശാചിന് ഇത് സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ നമ്മൾ ചെല്ലുന്നില്ല. യേശുവിന്റെ അടുക്കൽ ഡയറക്റ്റ് എന്നാലേ നമുക്കെന്തുള്ളൂ? വിടുതലുള്ളൂ. ഇതാർക്കറിയാം? പിശാചിനറിയാം. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ നമ്മൾ വിടുവിക്കപ്പെടും. അതുകൊണ്ട് ഈ ജനം എന്ത് ചെയ്യണം? ബന്ധിക്കപ്പെട്ട് കിടക്കണം, പിശാചിന്റെ തടവറയിൽ കിടക്കണം. അതുകൊണ്ട് അമിതമായ അന്ധമായ മറിയ പറ്റി കൊടുത്ത് മനുഷ്യന്റെ ഹൃദയങ്ങളെ എന്ത് ചെയ്യുക? കഠിനമാക്കി വെച്ചിരിക്കുക. സകല മനുഷ്യൻ രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഇവിടെ 5-ാം വാക്യം, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. എല്ലാവർക്കും, ആണിനും പെണ്ണിനും ലോകത്തിലുള്ള സകല ജാതികൾക്കും മോചനം കൊടുത്തത് ആരാണ്? യേശു ക്രിസ്തുവാണ്. അതിവിടെ എഴുതിയിരിക്കുകയാണ്. അവന് യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. അതിന്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഈ സത്യം വിളിച്ചു പറയാൻ നിങ്ങൾ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് യേശുവിലേക്ക് തിരിയണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നും പറയാൻ വേണ്ടിയിട്ട് ദൈവം ആരെ നിയമിച്ചു? പൗലോസിനെ നിയമിച്ചു. സ്തോത്രം. ഞാൻ അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നത് POC ബൈബിളിൽ, ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത്.
എന്നാൽ ഈ സത്യത്തെ അംഗീകരിക്കുന്നില്ല. സത്യത്തെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കാതെ എന്ത് ചെയ്യുക? വ്യാജത്തെ ആശ്രയിക്കുകയാണ്, വ്യാജത്തെ സ്വീകരിക്കുകയാണ്. കൃപാസനത്തിൽ ഇരിക്കുന്നത് മാതാവല്ലെന്ന് ക്രിസ്പിനച്ചൻ പറഞ്ഞതിന് ക്രിസ്പിനച്ചന് നല്ല പുഴുത്ത തെറിയ കമന്റിട്ടത്. ആ തെറി വിളിച്ചതിന്റെ പിറ്റേ ആഴ്ചയിലാണ് പോപ്പ് പ്രഖ്യാപിച്ചത് എന്ത്? മറിയം സഹരക്ഷകയല്ല, മധ്യസ്ഥ അല്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല അച്ഛന്മാരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. പൊന്തയ്ക്കകത്ത് എന്തുണ്ട്? കൂടോത്രമുണ്ട്. പൊന്തയിൽ എന്തുണ്ട്? കൂടോത്രമുണ്ട്. കേട്ടോ അമ്മച്ചി, ശ്രദ്ധിക്കും അമ്മച്ചി. പൊന്ത പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്കൻ ആരെയാ ദുഷിക്കുന്നത്? കർത്താവായ യേശുവിനെയാണ് ദുഷിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേയും അന്നന്ന് വേണ്ടുന്ന ആഹാരവും ഒക്കെയാണ്. അത് നമുക്കൊരു മാതൃകയാണ്. അത് തന്നെ പഠിക്കാനല്ല, ഇങ്ങനെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, അതൊരു മോഡലാണ്. അന്നന്ന് വേണ്ടുന്ന ആഹാരം അത് അതേപോലെ അങ്ങ് പഠിക്കാനല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ അടുത്തത് എന്താണ്? അത് പിശാചാണ്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് നന്മ നിറഞ്ഞവൻ ആരാ? ദൈവം മാത്രമേ ഉള്ളൂ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാ ദൂതൻ പറഞ്ഞത്. സ്തോത്രം. അടുത്തതെന്താ? പരിശുദ്ധ മറിയമേ. പരിശുദ്ധ മറിയം എന്തല്ല? പരിശുദ്ധ അല്ല. പരിശുദ്ധൻ ആരാണ്? ദൈവം മാത്രം. അതുകൊണ്ടാണ് മറിയം തന്റെ സ്തോത്രഗീതത്തിൽ പറഞ്ഞത് അവന്റെ നാമം പരിശുദ്ധം. മറിയം ആരാണ്? വിശുദ്ധയാണ്. മറിയം ആരാണ്? വിശുദ്ധയാണ്. മറിയ വിശുദ്ധയായിരിക്കുന്ന പോലെ നമ്മളും എന്ത് ചെയ്യണം? വിശുദ്ധരാകണം. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശുദ്ധി വേണം. അപ്പൊ പരിശുദ്ധനാരാ? ദൈവമാണ്. മറിയം എന്തല്ല? പരിശുദ്ധയല്ല, വിശുദ്ധയാണ്. ആരെയാണ് ആ വിശുദ്ധ പദവി കൊടുത്തിരിക്കുന്നത്? ദൈവമാണ്. എങ്ങനെയാണ് അത് ലഭിച്ചത്? കൃപയാണ്. കൃപയാൽ കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതുപോലെ മറിയത്തിനും എന്ത് ചെയ്തു? കൃപ ലഭിച്ചു. നമുക്കും എന്ത് ലഭിച്ചു? ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് ഈ സത്യത്തിലേക്ക് വന്നത്.